Good morning. We discuss particle wave approach. Wave properties of particles. Particles we wave treat. Okay. Now, we will particle wave treat. That's just okay. Now, we will particle wave represent a wave group particle. Particle. Okay. This is a wave group. This is a wave group. This is a wave packet. This is individual waves combined wave packet. Okay. Now this represents a particle. This point to this point where every particle is this point to this point where every particle, but the probability is high at the center. Because amplitude is probability density. It can be anywhere between the points, this and this, but there is a probability which is non-zero between this point at anywhere. Every particle. This is a particle represent a wave group. This is an approach to now, this wave group particular position evidence parameter. Precise width narrow. You have to narrow the width of the wave group. Okay. Narrow portion okay. Width portion. Okay. This is portion. That's magnify this. This portion. Okay. Wave group width narrow. This width delta x. Narrow precise the particle is here, which means the position of the particle is very clear. Delta x is clear. X position is clear. X is precise. Precisely formed. Position is this shape, this wave shape, wavelength lambda is unknown. This shape wavelength minimum crust to crust or trough to trough. That's calculating defined. Lambda indeterminate. Lambda equal to h by p in the relation. That's P equal to h by lambda. If lambda is unknown, then P, momentum is unknown. So P is unknown. P is the momentum is less known. So here ഇതിന്റെ width കുറച്ച് position കൃത്യമായി പറഞ്ഞപ്പോൾ അവിടെ wavelength കൃത്യമായില്ല അത് കാരണം momentum കൃത്യമായില്ല. If the position is clear, momentum is uncertain. അല്ലേ? ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇനി ഇവിടെ പ്രശ്നം എന്തായിരുന്നു? നമ്മൾ വിഡ്ത്ത് പറഞ്ഞപ്പോൾ അവിടെ പൊസിഷൻ കൃത്യമായി വേവ് കൃത്യമായില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിഡ്ത്ത് കൂട്ടാം. ഓക്കെ. അപ്പൊ ഞാനൊരു ബ്രോഡർ വേവ് ഗ്രൂപ്പ് എടുക്കുകയാണ്. ഓക്കെ. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ അല്ലേ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതിന്റെ വിഡ്ത്ത് കൂട്ടി അല്ലേ? അതുകൊണ്ട് ഇവിടെ ലാംഡ ഈസ് പ്രിസൈസ് അല്ലേ? ലാംഡ വളരെ കൃത്യമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ലാംഡ ഈക്വൽ ടു h by p അല്ലേ? അതുകൊണ്ട് p ഈസ് പ്രിസൈസ്. p വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് മൊമെന്റം. പക്ഷേ ഈ ഒരു ഗ്യാപ്പിനകത്ത് ഇതിന്റെ പൊസിഷൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. It can be here, it can be here, it can be anywhere between these 2 points. പൊസിഷൻ കൃത്യമല്ല. മൊമെന്റം കൃത്യമായപ്പോൾ പൊസിഷൻ കൃത്യമല്ല. ഇവിടെ പൊസിഷൻ കൃത്യമായപ്പോൾ മൊമെന്റം കൃത്യമല്ല. ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കിട്ടുന്നത് അല്ലേ? അപ്പം അതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 അല്ലേ? ഇതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇപ്പൊ നമ്മൾ അപ്രോച്ച് ചെയ്തൊരു വേവ് അപ്രോച്ച് ആണ് അല്ലേ? നമ്മൾ അതിന്റെ ഒരു വേവ് നേച്ചർ ആയിട്ടാണ് എടുത്തത്. ഇത് നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ 1 എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇതിന്റെ ടൈറ്റിൽ എന്താണ്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ 1.
നമ്മളൊരു വേവ് അപ്രോച്ചാണ് എടുത്തത് അല്ലെ. ഇനി ഇത് തന്നെ നമുക്കൊരു പാർട്ടിക്കിൾ അപ്രോച്ച് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ പറയണമെങ്കിൽ എന്ത് വേണം? ആ പാർട്ടിക്കിളിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അതിനെ എങ്ങനെയെങ്കിലും വേണ്ടിയിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. ആ ഒരു പാർട്ടിക്കിളായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, അവിടെ ഒരു ബോൾ നിൽക്കുന്നുണ്ടെന്ന് കരുതുക. അവിടെ ഒരു ബോൾ ഉണ്ട്. അപ്പൊ ഐ ഹാവ് ടു സീ ദാറ്റ് ബോൾ അല്ലെ. ആ ബോളിൽ എനിക്ക് കണ്ടാലേ അതിന് ഏകദേശം എത്ര ദൂരം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എങ്ങനെയാ ഞാൻ കാണുക? ലൈറ്റ് ഹാസ് ടു റിഫ്ലക്ട് ഫ്രം ദാറ്റ് ടു മൈ ഐസ് അല്ലെ. അവിടുന്ന് ലൈറ്റ് റിഫ്ലക്ട് ചെയ്താലേ എനിക്ക് അതിനെ കാണുള്ളൂ അല്ലെ. അതുപോലെ തന്നെയല്ല, ഇപ്പൊ ഒരു സ്റ്റാർ ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് നമുക്ക് മൂൺ ഉണ്ടെന്ന് കരുതുക അല്ലെ. അപ്പൊ അതിനെ കണ്ടാൽ എനിക്ക് ഏകദേശം ദൂരം പറയാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ ദൂരത്ത് എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ഇത്ര ദൂരെന്ന് പറയണമെങ്കിൽ ഐ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സം മീഡിയ അല്ലെ. നമ്മൾ സാധാരണ ലൈറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു സ്കെയിൽ വേണം, ഒരു മെഷർമെന്റ് ഡിവൈസ് വേണം, അത് വെച്ചിട്ട് മെഷർ ചെയ്യണം അല്ലെ. അപ്പോ ഞാനിവിടെ അതാ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട് കരുതുക. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഞാൻ ആ ഇലക്ട്രോണിന്റെ പൊസിഷൻ പറയാൻ പോവാ. ഇലക്ട്രോണിന്റെ പൊസിഷൻ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് അതിനെ കാണണം. അപ്പൊ എനിക്ക് അതിനെ കാണുന്ന ഇലക്ട്രോൺ ആണല്ലോ. അതുകൊണ്ട് നമുക്കൊരു ലൈറ്റ് ഉപയോഗിക്കാം. ആ ലൈറ്റിന്റെ വേവ് ലെങ്ത് ലാംഡയാന്ന് കരുതുക. ലാംഡ വേവ് ലെങ്ത് ഒരു ലൈറ്റ് വെച്ചിട്ട് ഈ പോയിന്റിൽ നിന്ന് ഞാൻ അതിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ലൈറ്റ് വേവ് പറഞ്ഞയക്കണം. ഓക്കെ, ഇനി എന്താ ചെയ്യാ? ഈ ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചർ നമ്മൾ എടുക്കുന്നത്. ഈ ലൈറ്റ് ശരിക്കും എന്താണ്? പാർട്ടിക്കിൾ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഫോട്ടോൺ വിച്ച് ആർ പാർട്ടിക്കിൾസ്. ഈ ഫോട്ടോൺ പോയിട്ട് അതിനെ തട്ടി തിരിച്ചു വരണം അല്ലെ. ദ ഫോട്ടോൺ ഗോസ് ആൻഡ് ബൗൺസ് ബാക്ക്. ആ ഇലക്ട്രോണിനെ തട്ടി തിരിച്ചു വരണം. അങ്ങനെ തട്ടുമ്പോൾ അതിന്റെ പൊസിഷനിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും അല്ലെ. ഒരു ഫോട്ടോൺ പോയിട്ട് ഇലക്ട്രോണിനെ തൊട്ട് വരുമ്പോൾ അല്ലെ, ഇറ്റ് ഈസ് പോക്കിംഗ്. അതിനെ പോക്ക് ചെയ്യാണ്. അതിനെ തൊട്ട് വരുമ്പോൾ എന്താണ്? അതിന്റെ പൊസിഷനിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ആ മാറ്റം ഞാൻ മിനിമം മാറ്റം എത്രയോ? ലാംഡ ആവും. കാരണം ഇതിന്റെ വേവ് ലെങ്ത് എത്രയാണ്? ലാംഡയാണ് അല്ലെ. അതിനെ തൊടുമ്പോൾ മിനിമം ഒരു ലാംഡ ചേഞ്ചിങ്ങിലും അതിന്റെ പൊസിഷനിൽ ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് ഡെൽറ്റ എക്സ് ഈക്വൽ ടു ലാംഡ എന്ന് പറയാം അല്ലെ. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോൺ, ഈ ലൈറ്റിനകത്തുള്ള ഫോട്ടോൺ പോയിട്ട് ഇലക്ട്രോണിനെ തൊട്ട് തിരിച്ചു വരുമ്പോൾ, അതിനെ തൊട്ട് ബൗൺസ് ചെയ്ത് വരുമ്പോൾ ആ ഇലക്ട്രോണിന് ചെറിയൊരു ഇളക്കുണ്ടാവുന്നുണ്ട് അല്ലെ. അതിന്റെ മൊമെന്റം ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട് അല്ലെ. ആ മൊമെന്റം ചേഞ്ച് നമുക്ക് എങ്ങനെ പറയാം? ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി അല്ലേ. അപ്പൊ പി ഈക്വൽ ടു എച്ച് ബൈ ലാംഡ എന്ന് പറയാം അല്ലെ. അപ്പൊ ലാംഡ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് കൊണ്ട് ഞാൻ അതിനെ പോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് ഒരു മൊമെന്റം ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതിലുണ്ടാകുന്ന മിനിമം ചേഞ്ച് എത്രയാണ്? ഡെൽറ്റ പി ഈക്വൽ ടു എത്രയാണ്? എച്ച് ബൈ ലാംഡ. കാരണം ലാംഡ വേവ് ലെങ്ത് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മൊമെന്റം ചെറുതായിട്ട് മാറി, അതുപോലെ പൊസിഷൻ ചെറുതായിട്ട് മാറി. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇനി ഇതിന്റെ പൊസിഷനിൽ പരമാവധി എന്ത് ചെയ്യണം? എനിക്ക് എറർ കുറക്കണം അല്ലെ. മിനിമം ചേഞ്ച് ഇൻ പൊസിഷൻ, അത് എനിക്ക് പരമാവധി എറർ കുറക്കാൻ ഞാൻ എന്ത് ചെയ്യണം? വേവ് ലെങ്ത് വളരെ കുറഞ്ഞ ഒരു ലൈറ്റ് ഉപയോഗിക്കണം. വേവ് ലെങ്ത് വളരെ കുറഞ്ഞാൽ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി വളരെ കുറയും, എറർ കുറയും. പക്ഷേ ലാംഡ കുറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ലാംഡ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പി കൂടും, മൊമെന്റത്തിലുള്ള അൺസർട്ടനിറ്റി കൂടും. ക്ലിയർ ആയോ? അപ്പം ഇവിടെ പൊസിഷനിലെ പ്രിസിഷൻ കിട്ടാൻ വേണ്ടി എനിക്ക് ലാംഡ കുറച്ചാൽ മതി. ലാംഡ കുറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റത്തിലെ അൺസർട്ടനിറ്റി കൂടും അല്ലെ. ഇനി എനിക്ക് മൊമെന്റം പ്രിസൈസ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ മൊമെന്റം എന്താണ്? ഇത് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ ദി മൊമെന്റം ആണ്. അത് കുറയ്ക്കാൻ എനിക്ക് വേണ്ട. അപ്പൊ ലാംഡ ഞാൻ കൂട്ടണം. ലാംഡ കൂട്ടിയാൽ എന്ത് ചെയ്യും? ഇത് കുറയും, അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം കുറയും. പക്ഷെ ലാംഡ കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ എന്താവും? പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി കൂടും. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ സെക്കൻഡ് അപ്രോച്ച്. അപ്പൊ ഇതിനെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ 2 എന്ന് പറയും. ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? ലാംഡ ഇൻറ്റു എച്ച് ബൈ ലാംഡ. ലാംഡ ഇൻറ്റു എച്ച് ബൈ ലാംഡ. ലാംഡ ലാംഡ കട്ട് ചെയ്ത് പോകും. ബാക്കി ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽ ടു എച്ച് എന്ന് വരും അല്ലേ. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ 2. അതിന്റെ ഒരു വേവ് അപ്രോച്ച്, പാർട്ടിക്കിൾ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് അതേ പ്രിൻസിപ്പിൾ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് ഇവിടെ ഇക്വേഷന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അത് ഓരോ സിസ്റ്റത്തിനനുസരിച്ച് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പൊ ഹാർമോണിക് ഓസിലേറ്റർ ആണെച്ചാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ക്രോസ് എന്ന് വരിക. നേരത്തെ നമ്മൾ എച്ച് ക്രോസ് ബൈ 2 എന്ന് പറഞ്ഞു, ഇപ്പൊ എച്ച് എന്ന് പറഞ്ഞു. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി സിസ്റ്റം വിച്ച് വി ആർ അപ്ലൈങ്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നെ പഠിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. ഇനി ഇതുപോലെ നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് വേറൊരു വേരിയേഷൻ ഉണ്ട്. അതാണ് എനർജി ടൈം അൺസർട്ടനിറ്റി അല്ലെ. എനർജി ടൈം അൺസർട്ടനിറ്റി അല്ലെ. എന്താണ് എനർജി ടൈം അൺസർട്ടനിറ്റി? ഇഫ് യു ആർ മെഷറിംഗ് ദി
energy of a system at an interval change delta t എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ എനർജി ഞാൻ മെഷർ ചെയ്യാണ് വിത്ത് ആൻ ഇന്റർവൽ ഗ്യാപ്പ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ട് അതിന്റെ എനർജി ഞാൻ ഇപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്തു വിത്ത് എ സ്മാൾ അല്ലെങ്കിൽ ഒരു മൈന്യൂട്ട് ഗ്യാപ്പിൽ ഞാൻ അതിന്റെ എനർജി 2 പ്രാവശ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു ഓക്കെ അപ്പം അതിലുണ്ടാകുന്ന ചേഞ്ച് ഇൻ എനർജി ടൈം t1 ഞാൻ മെഷർ ചെയ്തപ്പോഴും ടൈം t2 ഞാൻ മെഷർ ചെയ്തപ്പോഴുള്ള എനർജി തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ഡെൽറ്റ ഐ ആണ് ആ ടൈം ഡിഫറൻസ് എത്രയാണ് ഡെൽറ്റ ടി ആണ് it will always be greater than or equal to h cross by 2. That means if I measure the energy of a system in 2 intervals of time, then the minimum uncertainty will be h cross by 2. Okay? Delta I into delta t greater than or equal to h cross by 2 എന്ന് പറയും ഇതിനാണ് നമ്മൾ എനർജി ടൈം അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് ഇപ്പൊ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു അല്ലേ അപ്പൊ എങ്ങനെ നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ബോത്ത് ദി പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ സൈമൾട്ടേനിയസ്ലി അവിടെ ഇമ്പോർട്ടന്റ് ആണ് ഒരേ സമയത്ത് നമ്മളൊരു പാർട്ടിക്കിളിന്റെ മൊമെന്റവും പൊസിഷനും ഡിറ്റർമൈൻ ചെയ്യാൻ നോക്കിയാൽ അത് കൃത്യമായിട്ട് കിട്ടൂല അതിലൊരു അൺസർട്ടനിറ്റി ഉണ്ടാവും ഒരു എറർ ഉണ്ടാവും ഓക്കെ അതുപോലെ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ബോത്ത് ദി എനർജി ആൻഡ് ടൈം ഓഫ് എ സിസ്റ്റം സൈമൾട്ടേനിയസ്ലി അല്ലേ ഇത് അതിനകത്തൊരു ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ദി പൊസിഷൻ ആൻഡ് മൊമെന്റം എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ ഇമ്പോസിബിൾ ആണ് അത് പോസിബിൾ അല്ല അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട് പക്ഷെ ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് ദാറ്റ് നെഗറ്റീവ് അത്ര പ്രശ്നക്കാരനല്ല ഈ ഒരു അൺസർട്ടനിറ്റി വെച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ അതിനകത്ത് പലതുണ്ട് ഒന്ന് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻസൈഡ് ദി ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഡിറ്റർമൈൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ടു ഡിറ്റർമൈൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മളിത് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പൊ അതിനകത്ത് ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം യൂസിങ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രൂവ് ദാറ്റ് ആൻ ഇലക്ട്രോൺ കനോട്ട് സ്റ്റേ ഇൻസൈഡ് എ ന്യൂക്ലിയസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് എന്ത് പ്രൂവ് ചെയ്യണം ആൻ ഇലക്ട്രോൺ കനോട്ട് സ്റ്റേ ഇൻസൈഡ് ദി ന്യൂക്ലിയസ് എന്ന് പ്രൂവ് ചെയ്യണം ഓക്കെ അപ്പൊ ഒരു ന്യൂക്ലിയസ് നോക്കാം അതിന്റെ റേഡിയസ് 6 ആണ് ഓക്കെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ ഇല്ല എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് പ്രൂവ് ചെയ്യണ്ടേ അപ്പൊ നമ്മൾ വിചാരിക്കാണ് അതിനകത്ത് ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് വിചാരിക്കുക ഓക്കെ ദർ ഈസ് ഇലക്ട്രോൺ ഇൻസൈഡ് ദി ന്യൂക്ലിയസ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ഓക്കെ ഇനി നമ്മൾ ആ ഇലക്ട്രോണിന്റെ പൊസിഷൻ ഒന്ന് മെഷർ ചെയ്യണം ഓക്കെ ഈ ന്യൂക്ലിയസിനകത്തുള്ള ഇലക്ട്രോണിന്റെ പൊസിഷൻ ഒന്ന് മെഷർ ചെയ്യണം അപ്പൊ നമുക്ക് എറർ പറ്റണം അതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അപ്പൊ നമുക്ക് പറ്റാവുന്ന പരമാവധി എറർ എത്രയാണ് ഇതിന്റെ ഡയമീറ്റർ ആണ് അല്ലെ ഈ ഒരു ഇലക്ട്രോൺ ഇതിനകത്ത് ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യാം ആ ഇലക്ട്രോണിന്റെ പൊസിഷൻ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് പറ്റാവുന്ന പരമാവധി മിസ്റ്റേക്ക് എത്രയാണ് അതിന്റെ ഡയമീറ്റർ ആണ് അല്ലെ അപ്പൊ എനിക്ക് ഡെൽറ്റ എക്സ് മാക്സ് ഈക്വൽ ടു 2r എന്ന് എഴുതാം where r is the diameter radius of the nucleus അല്ലേ അപ്പോ ഡെൽറ്റ എക്സ് മാക്സ് എന്താ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് എന്ന് പറയും അല്ലേ ഞാൻ എച്ച് ക്രോസ് ഉപയോഗിക്കുന്നത് എച്ച് ക്രോസ് ബൈ 2 എച്ച് ക്രോസ് ഉപയോഗിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെൽറ്റ എക്സ് മാക്സ് ആണ് ഡെൽറ്റ എക്സ് മാക്സ് അല്ലേ ഇൻറ്റു ഡെൽറ്റ എക്സ് പൊസിഷൻ മാക്സിമം ആണെച്ചാൽ മൊമെന്റം എന്താവും മിനിമം ആവും കാരണം ഇവര് തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ് അല്ലെ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ പി എന്ന് വരും അല്ലെ അപ്പൊ ഇൻവേഴ്സ് റിലേഷൻ ആണ് അപ്പൊ ഡെൽറ്റ എക്സ് അൺസർട്ടനിറ്റി ഇൻ ദി പൊസിഷൻ മാക്സിമം ആണെച്ചാൽ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം എന്താവും മിനിമം ആവും അപ്പൊ ഇതെന്താവും ഡെൽറ്റ പി മിനിമം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ക്രോസ് ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇതിനെ എക്സ് മാക്സ് എന്ന് പറയുന്നു അതുപോലെ ഇതിനെ പി മിനിമം എന്ന് പറയുന്നു അത് ഞാൻ ഇക്വേറ്റ് ചെയ്യാണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇക്വേറ്റ് ചെയ്യാണ് എച്ച് ക്രോസ് എന്നത് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എച്ച് ക്രോസ് ബൈ 2 എന്ന് വെച്ചിട്ടും പ്രൊസീഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഫൈനൽ ആൻസറിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ കുഴപ്പമില്ല ഇറ്റ് ഈസ് ഓക്കെ എങ്ങനെ എടുത്തു ഓക്കെ ഇനി ഞാൻ എക്സ് മാക്സ് ഈക്വൽ ടു എക്സ് മാക്സ് ഇൻറ്റു പി മിൻ ഈക്വൽ ടു എച്ച് ക്രോസ് നടത്തും അല്ലെ ഇനി ഞാൻ ഇത് വെച്ചിട്ട് പി മിൻ കാണാണ് അപ്പൊ പി മിനിമം ഈക്വൽ ടു എന്ത് ചെയ്താം എച്ച് ക്രോസ് ബൈ എക്സ് മാക്സ് എന്ന് എഴുതാം അല്ലെ അല്ലെങ്കിൽ പി മിനിമം ഈക്വൽ ടു എച്ച് ക്രോസ് എത്രയാണ്
1.05 into 10 raised to minus 34 divided by x max എത്രയാണ് 2r അല്ലേ 2 into ഇനി ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയസിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 10 femtometer ആണ് 10 femtometer എന്ന് പറഞ്ഞാൽ 10 into 10 raised to minus 15 ആണ് femto. അപ്പൊ 10 into 10 raised to minus 15 എന്ന് പറഞ്ഞാൽ എന്താവും 10 raised to minus 14 എന്നാവും. ഇതാണ് ഇതിന്റെ മൊമെന്റം അല്ലേ. ഇതിന്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് മിനിമം മൊമെന്റം. മിനിമം മൊമെന്റം അങ്ങനെ അടിച്ചാൽ ഇതിന്റെ മിനിമം എനർജി എന്താവും? ടു ബി പ്രിസൈസ് കൈനറ്റിക് എനർജി എന്താവും? കൈനറ്റിക് എനർജി ഈക്വൽ ടു p²/2m അല്ലേ. ഇതെന്താണ്? മിനിമം ആണ്, കാരണം മൊമെന്റം മിനിമം ആണ്. അപ്പൊ കൈനറ്റിക് എനർജി മിനിമം ഈക്വൽ ടു p minimum square/2m എന്ന് പറയാം. p²/2m അല്ലേ. അപ്പൊ ഞാൻ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയ വാല്യൂ ഈ p min square ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p min square divided by 2 into mass of electron എത്രയാണ്? 9.1 into 10 raised to minus 31 കൊടുക്കുക. നിങ്ങൾ ഇക്വേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക, എന്നിട്ട് അതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യുക? 1.6 into 10 raised to minus 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 80 MeV ആണ്. ഓക്കെ, ഈ കാൽക്കുലേഷൻ എനിക്ക് കാണിച്ച് സബ്മിറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പം ഇത് പി മിൻ കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ കൈനറ്റിക് എനർജി മിനിമം കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്തതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഈ കിട്ടിയ വാല്യൂവിനെ നമ്മൾ 1.6 into 10 raised to minus 19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 80 MeV കിട്ടും. എന്ന് പറഞ്ഞാൽ ദ മിനിമം എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻസൈഡ് എ ന്യൂക്ലിയസ് ഈസ് 80 MeV. 80 MeV ആണ് ഒരു ഇലക്ട്രോണിന്റെ ന്യൂക്ലിയസിനകത്തുള്ള എനർജി. പക്ഷേ ഒരു ബീറ്റ ഡീകെ എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. അതിലെന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ റേഡിയോ ആക്റ്റീവ് ഡീകെ ആണ്. അതിൽ ഇലക്ട്രോൺ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്സാണത്. ഓക്കെ, ആ ബീറ്റ ഡീകെയിൽ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എനർജി എത്രയാണ്? 5 MeV ആണ്. ബീറ്റ ഡീകെ എന്ന് പറഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ത് ചെയ്യാണ്? സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യണം. അപ്പൊ ഇലക്ട്രോൺ ഒഴിവാക്കുന്ന പ്രോസസ്സാണ് ബീറ്റ ഡീകെ. അപ്പം ഈ ബീറ്റ ഡീകെയിൽ ആ ഇലക്ട്രോണ് 5 MeV ഉണ്ടായാൽ പോലും എന്ത് ചെയ്യും? അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും. ന്യൂക്ലിയസിനകത്തുള്ള ഒരു ഇലക്ട്രോണിന് മിനിമം 5 MeV ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് പാഞ്ഞ് തടിയെടുക്കും അല്ലേ, അങ്ങനെ പറയാം. ഇലക്ട്രോൺ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകും. പക്ഷെ ഇവിടെ എത്ര ഉണ്ട്? 80 MeV ഉണ്ട്. 5 MeV ഉള്ളപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ 80 MeV ഉള്ള ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? ന്യൂക്ലിയസിനകത്ത് നിൽക്കില്ല അല്ലേ. സോ ദ പ്രൂഫ് അല്ലെ. അപ്പൊ എങ്ങനെയാ പ്രൂഫ് പറയുന്നത്? ഇൻ ബീറ്റ ഡീകെ ദ മാക്സിമം എനർജി ഓഫ് ദി എമിറ്റഡ് ഇലക്ട്രോൺ ഈസ് 5 MeV. സോ an electron with an energy 80 MeV cannot stay inside the nucleus. അങ്ങനെയാണ് നമ്മൾ അത് പ്രൂവ് ചെയ്യുക. ഇനി ഞാൻ രണ്ട് പ്രോബ്ലം തരാം. എസ്റ്റിമേറ്റ് ദി അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഓഫ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ ന്യൂട്രോൺ മൂവിംഗ് അറ്റ് 5 into 10 raised to 6 meter per second. രണ്ടാമത്തേത് എ 50 kilogram person moving at 2 meter per second. Find the uncertainty in the measurement of position of a neutron having velocity 5 into 10 raised to 6 meter per second. അതുപോലെ രണ്ടാമത്തെ 50 kilogram man having a velocity 2 meter per second. പ്രോബ്ലം ഞാൻ തന്നതിന്റെ പിന്നിലെ ഉദ്ദേശം നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതല്ല, വേറൊരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഞാൻ വരാം. ആദ്യം നമുക്കറിയാം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ക്രോസ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ ആണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നമ്മൾ നോർമലി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സോൾവ് ചെയ്യാൻ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എപ്പോഴും എക്സാമിന് തന്നിരിക്കുന്ന ഡാറ്റ എഴുതിയതിനു ശേഷം ഈ ഇക്വേഷൻ എഴുതി ജസ്റ്റ് ഒരു വലുതാക്കി ഇങ്ങനെ ഒരു കോളം വരച്ചു വെക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വാല്യൂവേഷൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ട്രബിൾ ആണത്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സോൾവ് ചെയ്യുമ്പോൾ കുട്ടികൾ ചില h ക്രോസ് ഉപയോഗിക്കും, ചിലത് h/2 ഉപയോഗിക്കും, ചിലത് h മാത്രം ഉപയോഗിക്കും, ചിലത് h ക്രോസ് ബൈ 2 ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത് അത് വലുതാക്കി അവിടെ എഴുതുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. അപ്പം വെലോസിറ്റി തന്നിട്ടില്ലേ? ഓക്കെ, അപ്പം നമുക്കറിയാം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എനിക്ക് പി എന്ന് എഴുതാം. പ്രോബ്ലം സോൾവ് ചെയ്യുന്ന നമുക്ക് എക്സിന് എക്സും പിനെ പി ആയിട്ട് എഴുതാം. ഈക്വൽ ടു ആക്കി ഇക്വേഷൻ ആക്കി എഴുതാം ബൈ 2 അല്ലേ. ഇനി പി എന്ന് പറഞ്ഞാൽ എന്താണ്? എം വി ആണ്. അപ്പൊ ഡെൽറ്റ എക്സ് ഇൻറ്റു എം വി ഈക്വൽ ടു h ക്രോസ് ബൈ 2 എന്ന് വരും അല്ലേ. അപ്പോ
ഡെൽറ്റ എക്സ് ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2mv എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇനി ഈ വാല്യൂസിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ച് ക്രോസ് 1.05 ഇൻറ്റു 10⁻⁻34, അതുപോലെ 2mv 2 ഇൻറ്റു മാസ് ന്യൂട്രോൺ ആണ്. ന്യൂട്രോണിന്റെ മാസ് എത്രയാണ്? 1.6 ഇൻറ്റു 10⁻27 കിലോഗ്രാം ആണ് അല്ലേ? അതുപോലെ വെലോസിറ്റി എത്ര വന്നിട്ടല്ലേ? 5 ഇൻറ്റു 10⁻6 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 6.525 ഇൻറ്റു 10⁻⁻15 മീറ്റർ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതേ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പിന്നെ 50 കിലോഗ്രാം പെർസെന്റേജും ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ്? ഡെൽറ്റ എക്സ് ഈക്വൽ ടു എന്താണ്? എച്ച് ക്രോസ് ബൈ 2mv 1.05 ഇൻറ്റു 10⁻⁻34 divided by 2 into mass 50 into v2 which is equal to, അത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0.5 into 10⁻⁻36 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം കിട്ടിയതാണ്, രണ്ടാമത് കിട്ടിയതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ഈ പ്രോബ്ലം നിങ്ങൾ ന്യൂമറിക്കൽ പ്രോബ്ലം എന്നതിലുപരി മനസ്സിലാക്കേണ്ട സംഗതി ഇതല്ല. നമ്മൾ ഇവിടെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പ്രോട്ടോൺ, ഒരു ന്യൂട്രോൺ ഉണ്ട്. ആ ന്യൂട്രോണിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 10⁻6 ആണ്. അത്യാവശ്യം നല്ല സ്പീഡിലാണ്. ആ ന്യൂട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അതിന്റെ എന്താ നമ്മൾ മെഷർ ചെയ്യുന്നത്? അതിന്റെ പൊസിഷൻ. ഓക്കെ, അതിന്റെ പൊസിഷൻ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എറർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ? ഫൈൻഡ് ദി അൺസർട്ടനിറ്റി ഇൻ ദി മെഷർമെന്റ് ഓഫ് പൊസിഷൻ ആണ്. അതിന്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എറർ എത്രയാണ്? 6.525 ഇൻറ്റു 10⁻⁻15 മീറ്റർ അല്ലെ? 10⁻⁻15 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് അല്ലെ? എന്നാൽ ഒരു ന്യൂട്രോണിന്റെ പൊസിഷനാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ന്യൂട്രോൺ സാധാരണ എവിടെ ഉണ്ടാവുക? ഒരു ആറ്റത്തിനകത്ത് അല്ലെ? ആറ്റത്തിനകത്ത് നല്ല പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്താണ് ആരുണ്ടാവുക? ന്യൂട്രോൺ ഉണ്ടാവുക അല്ലെ? ഇനി ആറ്റത്തിന്റെ ഡിമെൻഷൻ എങ്ങനെയാണ്? ഏകദേശം ആംസ്ട്രോങ് റേഞ്ചിലാണ് ആറ്റത്തിന്റെ ഡിമെൻഷൻ. ന്യൂക്ലിയസിന്റെ റേഞ്ച് പിന്നെ 10⁻⁻15 ഫെംറ്റോമീറ്ററിലാണ്. നമ്മൾ ഇന്നലെ ഒരു പ്രോബ്ലത്തിൽ പഠിച്ചു അല്ലെ? ആറ്റോമിക് റേഡിയസ് എത്രയാണ്? 10⁻⁻15 മീറ്റർ ആണ്. അപ്പോ ഈ ന്യൂട്രോൺ ഉള്ളത് ന്യൂക്ലിയസിനകത്താണ് അല്ലെ? ന്യൂക്ലിയസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഇന്നലെ റേഡിയസ് പഠിച്ചത് എത്രയാണ്? 10⁻⁻15 മീറ്റർ അല്ലെ? അപ്പോ നമ്മൾ അതിന്റെ പൊസിഷനാണ് മെഷർ ചെയ്യുന്നത്. അതിലുണ്ടായ അൺസർട്ടനിറ്റി എത്രയാണ്? 6 ഇൻറ്റു 10⁻⁻15 മീറ്റർ അല്ലെ? അത് നിൽക്കുന്നത് ന്യൂക്ലിയസിനകത്താ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു റൂമിനകത്ത് നിന്നിട്ട് ഒരാളുടെ പൊസിഷൻ മെഷർ ചെയ്യാണ്. ഓക്കെ, റൂം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ന്യൂക്ലിയസ് ആണെന്ന് കരുതുക. ഓക്കെ, ഒരു റൂമുണ്ട്, അതിനകത്ത് അതാണ് ന്യൂക്ലിയസ്. അതിനകത്ത് നമ്മൾ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് കരുതുക. എന്നിട്ട് പുറത്തു നിന്നുള്ള ഒരാൾ നമ്മുടെ സ്ഥാനം മെഷർ ചെയ്യണം, നമ്മുടെ പൊസിഷൻ മെഷർ ചെയ്യണം. അപ്പൊ അയാൾക്കുണ്ടായ എറർ ഈ റൂമിന്റെ അത്രയാണെന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ ഞാന് ഈ റൂമിന്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ പൊസിഷൻ മെഷർ ചെയ്യപ്പോ ഉണ്ടായത് എറർ എത്രയാണ്? ഈ റൂമിന്റെ അത്രയും വലിയ സൈസ്. അത് വലിയൊരു തെറ്റല്ലേ? ക്ലിയർ ആയോ? അത് വലിയൊരു തെറ്റ് തന്നെയാണ് അല്ലേ? അതുപോലെ തന്നെയാണിത്. ന്യൂട്രോണിന്റെ പൊസിഷനാണ് മെഷർ ചെയ്യുന്നത്. അപ്പം ഉണ്ടായ അൺസർട്ടനിറ്റി, അതിലുണ്ടായ അൺസർട്ടനിറ്റി എത്രയാണ്? അത് നിൽക്കുന്ന ആ സ്പേസ് ഉണ്ടല്ലോ, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സ്പേസ് ഉണ്ടല്ലോ, അത്രയും വലിയ സാധനം അല്ലേ? ന്യൂട്രോൺ വളരെ ചെറുതാണ്. ന്യൂക്ലിയസിന്റെ ഒരു കോർണറിൽ നിൽക്കുന്ന സാധനമാണ് എന്ത്? ന്യൂട്രോൺ അല്ലെ? എന്നിട്ട് അതിന്റെ പൊസിഷൻ മെഷർ ചെയ്തപ്പോ ആ റൂമിന്റെയും പുറത്ത് പോയി അല്ലെ? അപ്പൊ അത്രയും അൺസർട്ടൈൻ ആണെന്ത്? അതിന്റെ പൊസിഷൻ മെഷർമെന്റ്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. ഇവിടെ നമ്മൾ എന്താ മെഷർ ചെയ്യുന്നത്? ഒരു മനുഷ്യന്റെ 50 കിലോഗ്രാം മാൻ ഈസ് വർക്കിംഗ് അറ്റ് 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ? ഒരു ആള് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അയാൾ നടക്കുകയാണ് അല്ലെ? അല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ജോഗിങ് ആണ്. ആ രീതിയിൽ ഓടുന്ന ഒരാളുടെ മാസ് 50 കിലോഗ്രാം ആണ്. അയാളുടെ പൊസിഷൻ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അൺസർട്ടനിറ്റി ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ അയാളുടെ പൊസിഷൻ, അയാൾ ഇങ്ങനെ നടന്നു പോകണം. അപ്പൊ അയാളുടെ പൊസിഷൻ ഞാൻ പറയുമ്പോൾ അതിലുണ്ടാവുന്ന തെറ്റാണ് ഞാൻ പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടിയ? 0.5 ഇൻറ്റു 10⁻⁻36 മീറ്റർ ആണ്. 10⁻⁻36 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1 ഫോളോഡ് ബൈ 36 സീറോസ് എന്ന് പറഞ്ഞാൽ 10⁻⁻36 1 ബൈ 1 കഴിഞ്ഞിട്ട് 36 പൂജ്യം. അത്രയും ചെറിയൊരു സംഖ്യയാണെന്ത്? 10⁻⁻36 എന്ന് പറഞ്ഞാൽ അല്ലെ? 50 കിലോഗ്രാമുള്ള ഒരാളെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അയാൾ 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പോയാൽ നമുക്ക് അപ്പോഴും കാണാൻ പറ്റും അല്ലെ? അങ്ങനെ പോകുന്ന ഒരാളെ പൊസിഷൻ ഞാൻ പറയാണ്. അപ്പൊ അതിൽ ഇത്രയൊരു എറർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യം പോലും ഉണ്ടോ? ഇല്ല. അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അത്രയും ചെറിയ ക്വാണ്ടിറ്റിയാണ് അല്ലെ 10⁻⁻36 എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട്
ഈ കേസിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഇവിടെ അത് ഭയങ്കരമാണ് അല്ലെ. അതിൽ നിൽക്കുന്ന റൂമിന്റെ അത്രയും വലുത് അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ അത്രയും വലിയ എററാണ് ഇത് ഇതിലുണ്ടായത്. ഇതൊരു വലിയ എററായിട്ട് നമുക്ക് പറയാം. ഇത് നമുക്കൊരു പ്രശ്നമായിട്ടേ പറയാനില്ല അല്ലെ. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ടത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും അപ്ലിക്കബിൾ ആണ്. അത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആയിക്കോട്ടെ, മാക്രോ പാർട്ടിക്കിൾ ആയിക്കോട്ടെ, ഏത് ലെവലിലുള്ള പാർട്ടിക്കിൾ ആയിക്കോട്ടെ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഈസ് ദെയർ. ഈവൻ നമ്മളെ പോലുള്ള വലിയ പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ മെഷർ ചെയ്യുമ്പോഴും അവിടെ എന്തുണ്ട്, അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷെ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. അത് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയുക ചെയ്യാം. അപ്പോ ഇടയ്ക്ക് എക്സാം ചോദിക്കാറുണ്ട്, ഈസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന്. ക്ലാസിക്കൽ പാർട്ടിക്കിൾസിന്, സാധാരണ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മൾ എന്താ പറയാ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് എന്ന് പറയാം. അത്യാവശ്യം സൈസ് ഉള്ളത് അല്ലെ. അത്തരം പാർട്ടിക്കിൾസിന് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ട്രൂ ഓർ ഫാൾസ് ചോദിക്കാറുണ്ട്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ എഴുതണം അല്ലെ. അതിനുണ്ട്, പക്ഷേ നെഗ്ലിജിബിൾ ആണ്. യെസ്, ദർ ഈസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു എവറി പാർട്ടിക്കിൾസ്, ബട്ട് ഇൻ ക്ലാസിക്കൽ ലെവൽ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ എന്ന് പറയണം. ഇനി അതിനകത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതാ. A ball of mass 145 gram is moving at a speed 42.5 meter per second. Assume that its speed can be measured to a precision of 1%. With what precision we can measure its position? അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ആ ബോളിന്റെ മാസ് എത്രയാണ്? മാസ് ഈക്വൽ ടു 145 ഗ്രാം ആണ് അല്ലേ. ഇനി എന്താ തന്നിട്ടില്ലേ? അതിന്റെ വെലോസിറ്റി എത്രയാണ്? 42.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 42.5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇറ്റ്സ് വെലോസിറ്റി ക്യാൻ ബി മെഷേർഡ് വിത്ത് എ പ്രിസിഷൻ ഓഫ് 1% അല്ലെ. അതിന്റെ വെലോസിറ്റി മെഷർമെന്റിൽ ഉണ്ടാകുന്ന എറർ പ്രിസിഷൻ എത്രയാണ്? 1% ആണ് അല്ലെ. 1% എറർ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ നമുക്ക് ഡെൽറ്റ വി ഈക്വൽ ടു, ഇതാണ് അതിന്റെ വെലോസിറ്റി. അത് മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറർ എത്രയാണ്? 1% എന്ന് പറഞ്ഞാൽ 1/100 ഇൻറ്റു 42.5 എന്ന് പറയും അല്ലെ. അപ്പോ അത് നമുക്ക് 0.425 മീറ്റർ പെർ സെക്കൻഡ് എഴുതാം അല്ലെ. 1/42.500 0.45 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. ഇനി വിത്ത് വാട്ട് പ്രിസിഷൻ വി ക്യാൻ മെഷർ ഇറ്റ്സ് പൊസിഷൻ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ ഉപയോഗിക്കാം. ഇവിടെ തന്നിട്ടുള്ള ഗ്രാമിലാണ്, അത് മറക്കരുത്. അതിന് എന്തായാലും കിലോഗ്രാമിലാക്കണം. അപ്പൊ എന്താവും? 145 ഇൻറ്റു 10⁻³ കിലോഗ്രാം എന്ന് എഴുതാം. ഓക്കെ. ഇനി നമ്മുടെ ഫോർമുല എന്താണ്? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ക്രോസ് ബൈ 2 അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു, ഇവിടെ മാസും വെലോസിറ്റി തന്നിട്ടില്ലേ, അതുകൊണ്ട് പി നമുക്ക് എം വി ആക്കണം. അപ്പം ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഓഫ് എം വി അല്ലെ, ഈക്വൽ ടു എക്സ് ക്രോസ് ബൈ 2. ഇനി ഇവിടെ ഡെൽറ്റ വി തന്നിട്ടില്ലേ, അൺസർട്ടനിറ്റി ഇൻ മെഷർമെന്റ് ഓഫ് വെലോസിറ്റി തന്നിട്ടില്ലേ, അതുകൊണ്ട് ഡെൽറ്റ വി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. മാസ് മാറിയില്ല അല്ലെ, അതുകൊണ്ട് ഇതിനെ നമുക്ക് ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി എന്ന് എഴുതാം അല്ലെ. ഡെൽറ്റ ഓഫ് എം വി എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ഡെൽറ്റ വി, കാരണം മാസ് ചേഞ്ച് ചെയ്യുന്നില്ല, ഈക്വൽ ടു എക്സ് ക്രോസ് ബൈ 2. അതുകൊണ്ട് നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ, അൺസർട്ടനിറ്റി ഇൻ ദി പൊസിഷൻ അല്ലേ, പ്രിസിഷൻ ഓഫ് പൊസിഷൻ അല്ലേ. അപ്പൊ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എക്സ് ക്രോസ് ബൈ 2m ഡെൽറ്റ വി എന്ന് കൊടുക്കാം അല്ലെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എക്സ് ക്രോസ് എത്രയാണ്? 1.05 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എം എത്രയാണ്? 145 ഇൻറ്റു 10⁻³ ഇൻറ്റു ഡെൽറ്റ വി എത്രയാണ്? 0.425 അല്ലേ, 0.425 അല്ലേ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 8.54 ഇൻറ്റു 10⁻³ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും അതുപോലെ 145 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം 150 ഗ്രാം, അതും നമുക്ക് കാണാൻ സാധിക്കും. അത് 42.5 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു ബോൾ എറിഞ്ഞ പോലെ ഉണ്ടാവും അല്ലെ. അതിന്റെ അൺസർട്ടനിറ്റി ആണ് എന്ത്? ഇത്. അപ്പൊ അതും എന്താണ്? നെഗ്ലിജിബിൾ ആണ്. ഒരു ബോളിനെ സംബന്ധിച്ച് അതിന്റെ പൊസിഷൻ മെഷർ ചെയ്യുമ്പോൾ 10⁻³ റേഞ്ചിലൊക്കെ എറർ ഉണ്ടാവുക പറഞ്ഞാൽ അത് സ്വാഭാവികമാണ് അല്ലെ. അതൊന്നും നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ക്ലിയർ ആയോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാ. An excited atom gives up excess energy by emitting a photon. The average period that elapses between the excitation of an atom
and the time it radiates is 10 raised to minus 8 seconds. Find the uncertainty in the frequency of the photon. അപ്പോൾ ഇത് എനർജി ടൈം അൺസർട്ടനിറ്റി വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. എക്സൈറ്റഡ് ആറ്റം ഗീവ്സ് അപ്പ് ഇറ്റ്സ് എനർജി ബൈ എമിറ്റിംഗ് എ ഫോട്ടോൺ. ഒരു എക്സൈറ്റഡ് ആറ്റം ഉണ്ട്, അതിന്റെ എക്സസ് എനർജി ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്തുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്, എക്സസ് എനർജി ഒഴിവാക്കുന്നത്. അതിനിടക്ക് സ്പെൻഡ് ചെയ്ത ആവറേജ് ടൈം എത്രയാണ്? 10 raised to minus 8 seconds ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നതിനുള്ള അൺസർട്ടനിറ്റി ആണ് കാണാൻ പറഞ്ഞത് അല്ലേ. അപ്പൊ നമുക്കറിയാം ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 ആണെന്ത് എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലേ. ഇനി ഇ ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. ഡെൽറ്റ ഇ ഈക്വൽ ടു ഇ ഇൻറ്റു ഡെൽറ്റ ന്യൂ ആണ് അല്ലേ. എച്ച് ഇൻറ്റു ഡെൽറ്റ ന്യൂ ആണ് അല്ലേ. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഓഫ് എച്ച് ന്യൂ, എച്ച് ഇൻറ്റു ഡെൽറ്റ ന്യൂ അല്ലേ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഡെൽറ്റ ന്യൂ ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 എന്നാക്കാം. അപ്പൊ നമുക്ക് കാണാനുള്ള എന്താണ്? ഡെൽറ്റ ന്യൂ ആണ്, ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണ് കാണാൻ, അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ ഫ്രീക്വൻസി കാണാനല്ലേ. അപ്പോഴാണ് എച്ച് ക്രോസ് ബൈ 2 എച്ച് ഡെൽറ്റ ടി അല്ലേ. എച്ച് ക്രോസ് ബൈ 2 എച്ച് ഡെൽറ്റ ടി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഡെൽറ്റ ന്യൂ ഈക്വൽ ടു എച്ച് ക്രോസ് 1.05 ഇൻറ്റു 10 raised to minus 34 divided by 2 into h എത്രയാണ്? 6.625 into 10 raised to minus 34 into delta t എത്രയാണ്? 10 raised to minus 8 അല്ലേ. അപ്പൊ ഈ 10 raised to minus 34 minus 34 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് 7.923 into 10 raised to 6 hertz എന്ന് വരും. ഫ്രീക്വൻസിയിലുള്ള അൺസർട്ടനിറ്റി അല്ലേ കാണാല്ലേ. അപ്പം 7.923 into 10 raised to 6 hertz എന്ന് വരും. ഓക്കെ, ഇതാണ് എനർജി ടൈം അൺസർട്ടനിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം. ക്ലിയർ ആയോ? ഇനി ഇത്രയാണ് നിങ്ങളുടെ ഈ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ ചെയ്ത് നോക്കണം? നമ്മൾ വേവ്സിന്റെ പാർട്ടിക്കിൾസിന്റെ വേവ് പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. താങ്ക് യു.